രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ മോളെ മദ്രസയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നല്ല സൗണ്ടോട് കൂടിയിട്ടായിരുന്നു മഴ വന്നിട്ടുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ദിവസം തുടങ്ങിയാലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ മോൾക്ക് സ്കൂളിലേക്കുള്ള സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ ചോറിൻ്റെ പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മദ്രസയിൽ മോളെ കൊണ്ടുവിട്ട് വന്ന് കഴിഞ്ഞ പാടന്നെ നേരെ പോക്ക് കിച്ചണിലേക്കാണ്. എന്നിട്ട് വേഗം എന്താണെന്ന് ആദ്യം ചിന്തിക്കും. എന്താ ഇപ്പോൾ നാസ്തക്ക് എടുക്കണ്ടേ, എന്തായി ഇപ്പോൾ വറവിനെന്തോ കൊടുക്കും, വേറെ എന്താക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ നാസ്തൻ്റെ കാര്യം ഇന്ന് ചിന്തിക്കാനുണ്ടായിട്ടില്ല. 10 അപ്പോൾ അത് തന്നെ നമ്മൾ കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നുള്ളൊരു മൈൻഡ് അങ്ങ് ഉണ്ട്. പിന്നെ നമ്മൾ മെനക്കേടുമാണല്ലോ, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ കുറഞ്ഞ് കിട്ടിയാലേ നമുക്ക് ആശ്വാസമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കും, എല്ലാം നമ്മളിപ്പോൾ കറി ആയാലും കുറച്ച് കറി ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അത് പിറ്റേന്ന് എടുക്കണം എന്നില്ല മൈൻഡായിരിക്കും. മറന്നു പോയാൽ മാത്രമേ അത് അവിടെ പിന്നെ എടുക്കലുണ്ടാവില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കൂല, അതെടുത്ത് കളയും. അപ്പോൾ പിന്നെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന തന്നെ ഞാൻ പറയും, എടുക്കാനാണെങ്കിൽ നമുക്ക് നാളെ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ അത് കളയുന്ന തന്നെ നല്ലത്, വെറുതെ ഫ്രിഡ്ജിൽ സ്ഥലമില്ലാണ്ടാക്കണ്ടെന്ന് പറയും ഞാൻ. അപ്പോൾ രാവിലെ ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെ തന്നെയാണ് വറവൊക്കെ ഉണ്ടാക്കൽ. കറിയും ചോറൊക്കെ തലേന്നത്തെ ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ, അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ എടുത്ത് വെക്കും. അപ്പോൾ പിന്നെ കറിയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ പിന്നെ രാവിലത്തെ ആ ഒരു അതാപ് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പടവലം വറവാണ്. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കണം. മിനിഞ്ഞാന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വറവുണ്ടാക്കി, കറി ഉണ്ടാക്കി, അതുപോലെ തന്നെ വേറെ എന്തോ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി മോളും വന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ചോറ് തിളപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ലാസ്റ്റായിരുന്നു ഞാൻ അതുകൊണ്ട് തിളപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ വേഗം ഫസ്റ്റ് തന്നെ ആ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ആ കറി എരിവുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി, അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ കരച്ച് ഒഴിച്ചിട്ട് ആ ഒരു തേങ്ങക്കറി പോലെ ആക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് കൊടുക്കേണ്ട ആ കറി മാത്രമാണ് ഞാൻ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്. ബാക്കി ഇവിടെ ഉപ്പാക്കൊന്നും തേങ്ങ അരച്ചിട്ടില്ല, കറി ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ആക്കലില്ല. എൻ്റെ ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ തേങ്ങക്കറി ആയിരിക്കും എപ്പോഴും ഉണ്ടാവല്. കാരണം കുട്ടികളെല്ലാം ഇല്ലോണ്ട് ഉമ്മ തേങ്ങക്കറി ആക്കും. നമ്മൾ പോയി കഴിഞ്ഞാലും തേങ്ങക്കറിയാണ് അവിടെ കൂടുതൽ ഉണ്ടാവല്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ പോയാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും ആ കറിക്ക്. കറക്റ്റ് 6:35 ആ സമയത്തായിരിക്കും ഞാൻ എൻ്റെ കിച്ചണിൽ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യലേ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം, കാരണം എല്ലാം വേഗം ആകുന്നില്ല മൈൻഡിലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ ക്ലോക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ നെട്ടിപ്പോയി. 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വറവാണെങ്കിൽ സെറ്റ് ആവുകയും ചെയ്തിട്ടില്ല. ഇനിയിപ്പം വേഗം മോളെ കൂട്ടാൻ പോകണമെന്ന് അങ്ങനെയൊക്കെ ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം ആയിട്ടുണ്ടായിരുന്നാലും ആ ഒരു ടൈമിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വറവുണ്ടല്ലോ, ഈ ഒരു പടവലം വറവ് ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മൂത്ത ഏട്ടത്തിയുണ്ട്. അപ്പോൾ അവരെ നമ്മളെ വീട്ടിൽ ദൂരാണ്. അപ്പോൾ ബാക്കിയുള്ള മൂത്തമ്മയായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും വരത്തൊക്കെ ഉണ്ട്. ഈ മൂത്തമ്മൻ്റെ അടുത്തേക്ക് പോക്കൊക്കെ കുറവാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടും നല്ല ജയ അരിൻ്റെ ചോറ്, ഈ ഒരു വറവ്, നല്ല മുളക് കറി. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്താത്തനോട് പറഞ്ഞിട്ടുണ്ടായത് എനിക്ക് ആ ചോറും കറിയും കഴിക്കണം എന്നായിരുന്നു. അപ്പോൾ അവരവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 7-ാം മാസം കഴിഞ്ഞ സമയത്ത് കാണാൻ വരുമ്പം ചോറ്, കറി, ചമ്മന്തി അങ്ങനെയൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായത്. ആ ഒരു ടൈം തൊട്ടേ എനിക്ക് ഈ ഒരു വറവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇവിടെ ഇപ്പം നമ്മളെ മാങ്ങ സീസണില്ല സമയത്ത് ഉമ്മ ഇങ്ങനെ കിട്ടുന്ന മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഗ്രോ ബാഗിലിട്ടിട്ട് ഫ്രീസറിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കറിയിലൊക്കെ ഇടാമല്ലോ. അപ്പോൾ ചമ്മന്തിക്കും വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് എടുക്കൽ. ഇവിടെ ഇല്ലേ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ഒട്ടും പുളി ആവശ്യമില്ല. മാങ്ങയൊക്കെ ചമ്മന്തിയിലിടുന്ന സമയത്ത്, ചമ്മന്തി അരക്കുന്ന സമയത്ത് മാങ്ങയൊക്കെ 1-2 പീസ് മാത്രമേ ഇടൂ. ഞാനും അമ്മയൊക്കെ നല്ല പുളിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പുളി വേണം. ഉമ്മയാ ചമ്മന്തി ആക്കുന്നെങ്കിൽ കുറച്ച് പുളി ഉണ്ടാവും, ഞാൻ ആക്കുന്നെങ്കിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഉമ്മ ഇന്ന് ചോറ് കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പുളിയുണ്ട് ചമ്മന്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പം ചോറും വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ ആ ഒരു കറിയിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കുകയാണ്.
അപ്പോൾ കുറച്ച് തേങ്ങ മാത്രമേ ആവശ്യമുള്ളൂ, കുറച്ച് തേങ്ങ മാത്രമേ ആക്കിയിട്ടുള്ളൂ. മാത്രമല്ല വേണ്ടു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തേങ്ങ അരച്ച് വെച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ആക്കായിരുന്നു എന്ന് വയ്യ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്രേ ആക്കിയിട്ടില്ലു. ഇനിയിപ്പോൾ നമ്മുടെ നാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പത്തിലൊന്ന് ചൂടാക്കി എടുക്കണം. മോള് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ എടുത്തു വെക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞേ മോളൊന്ന് തിന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഓളാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുള്ളത്. ആദ്യം പറ്റില്ല, അമ്മ വായിലിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമയമില്ലടാ ഇപ്പം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മോൻ എണീച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ മോള് തിന്നാൻ തുടങ്ങുന്ന ആ ഒരു ടൈമായിരുന്നു മോൻ എണീറ്റിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ കുറച്ച് മോനിക്കും വായിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോനെ തിന്നിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ 2 മക്കളെയും ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ മോനിക്ക് പിന്നെ ഇഷ്ടം ഈ കക്കിരി, ക്യാരറ്റ്, പേരക്ക, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഓന് വെറും വയറ്റിൽ തന്നെ അതൊക്കെ കഴിക്കും. മോനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മോളെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് കുറേ ചിട്ടകളുണ്ട്. ഓൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഓള് നല്ല വൃത്തിക്ക് തിന്നു. അപ്പം മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ അത് ചോളമായിരിക്കും. ചോളം ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അങ്ങനെ എൻ്റെ ഫുഡൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. സമയം ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊന്ന് കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുകയാണ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ടൈം ആവാനാകുമ്പോഴത്തേക്ക് ഒന്ന് റഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ബാഗിലൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കുറച്ച് സമയം പോയിട്ടൊന്ന് ഇരിക്കണം. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഇങ്ങനെ പടച്ച് കളിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നിരിക്കാൻ വേണ്ടി പറ്റിയ ഒന്ന് സമാധാനമാണല്ലോ. ബാഗിൽ ബുക്കൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോളെ ബാഗ് സൺഡേ ആയിരുന്നു അലക്കുന്നുണ്ടായത്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ സൺഡേ ആണ് അലക്കിയത്, രാവിലെ തന്നെ അലക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് റൂമിൽ കൊണ്ടുപോയി വെച്ച്. റൂമിലാകുമ്പോൾ നമ്മളെപ്പോൾ ഫാൻ ഇട്ടിട്ട് തന്നെയാണ് നിൽക്കൽ. അപ്പം അങ്ങനെ ബാഗും കിറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കിറ്റ് ഞാൻ ഇപ്പം ബാഗിലാണ് ഇട്ട് കൊടുക്കൽ. മോള് സ്കൂളിലെത്തി കഴിഞ്ഞാൽ ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ബാഗിൽ കിറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഓള് ബാഗിൽ നിന്ന് കിറ്റ് എടുത്തിട്ട് നടന്ന് പോവും. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ പിന്നെ വണ്ടിയിൽ വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാഗിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മോൾ ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ മോള് പോയതിന് ശേഷമാണ് ഞാൻ അതുപോലെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കണത്. അപ്പോൾ ഉമ്മാക്കും കൊടുത്ത് ഞാനും കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.